നമ്മളൊക്കെ ജയിക്കുക, വിജയം കൈവരിക്കുക, ആ വഴിയിലൂടെ നമ്മൾ ജീവിക്കണം അല്ലേ? അപ്പോഴാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിന് ഒരർത്ഥം ഉണ്ടാവുക. ഇപ്പം ഭഗവാൻ പറഞ്ഞിരിക്കണത് എന്താ? നമ്മൾ സത്തിലൂടെ ജീവിക്കാനാണ് പറഞ്ഞത്. സത്തിലൂടെ ജീവിക്കാൻ. അസത്തിലൂടെ ജീവിക്കരുത്, സത്തിലൂടെ ജീവിക്കുക. എവിടെയാണോ സത്കർമ്മങ്ങൾ നടക്കുന്നത് വെച്ചാൽ അവിടെ ജീവിക്കണമെന്നാ. ജീവിക്കാനാ ഭഗവാൻ പറഞ്ഞത്. ആ ജീവിക്കണമെങ്കിൽ നമുക്ക് പല ജോലികളും ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഈ ജോലികളൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് സത്ത് വേണം. സത്തുണ്ടെങ്കിൽ മാത്രമേ കർമ്മങ്ങളൊക്കെ നന്നാവുള്ളൂ. ആ സത്ത് എവിടെയാണോ അത് വ്യാപിച്ചിരിക്കുന്നത് അവിടെ എത്തണം നമ്മൾ. ആ സത്ത് എവിടെയാണോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം നമ്മൾ പ്രവർത്തിക്കണം. അങ്ങനെ സത്കർമ്മങ്ങൾ ചെയ്യണം. നല്ല കർമ്മങ്ങൾ എവിടേക്കാണോ നിറഞ്ഞു നിൽക്കുന്നത് അവിടെ നമ്മൾ എത്തണം. അവിടെ നമ്മൾ എത്തിയിട്ട് നമ്മളത് ചെയ്യണം. ഇപ്പം നമ്മൾ രാമേശ്വരം പോകുന്നില്ലേ? സത്കർമ്മം ചെയ്യാനാണ് പോണത്. പഴനിയിൽ പോണതും സത്കർമ്മം ചെയ്യാനാണ്. ശബരിമലയ്ക്ക് പോണതും സത്കർമ്മം ചെയ്യാനാണ്. തിരുപ്പതിക്ക് പോണതും സൽക്കർമ്മങ്ങൾ ചെയ്യാനാണ്. അപ്പം നല്ല കർമ്മം നമ്മൾ ജീവിതത്തിൽ അനുഷ്ഠിക്കുകയാണെങ്കിൽ, ആ നല്ല കർമ്മങ്ങളെ ആചരിക്കുകയാണെങ്കിൽ അവിടെയാണ് നമ്മളുടെ യഥാർത്ഥ വിജയം ഉണ്ടാവുക. നമ്മളെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല. നമ്മളെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല. അതാണല്ലോ വേണ്ടത്. നമ്മൾക്ക് ഉപദ്രവങ്ങൾ ഉണ്ടാവരുത് അല്ലേ? നമ്മൾക്ക് ഉപദ്രവം ഉണ്ടാവരുത്. ഇപ്പം നമ്മൾ പറയില്ലേ, എനിക്ക് രാത്രി ഉറങ്ങാൻ പറ്റണില്ല, അതൊരു ഉപദ്രവല്ലേ? എനിക്ക് ശരീരത്തിന് സുഖമില്ല, അതൊരു ഉപദ്രവമാണ്. നമ്മളെടുക്കുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു വെളിച്ചം കിട്ടണില്ല, അതൊക്കെ ഉപദ്രവങ്ങളാണ്. അപ്പം ഈ ഉപദ്രവങ്ങളിൽ നിന്നൊക്കെ നമ്മൾ എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും? നമ്മളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും പലരും അല്ലേ? നമ്മളിപ്പോൾ ഇങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ ഉറങ്ങുന്ന സമയത്ത് കൊതുകൊക്കെ ഒന്നും നമ്മളെ കടിക്കാറില്ലേ? അപ്പം നമ്മൾ പറയും കൊതുവിൻ്റെ ഉപദ്രവം ഉണ്ട് ഇവിടെ പറയും അല്ലേ? ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് കുറേ പാമ്പുകൾ വന്ന് എന്താ പറയുക, ഇവിടെ പാമ്പിൻ്റെ ഉപദ്രവമുണ്ട് അല്ലേ? അപ്പം നമുക്ക് അനുകൂലമല്ലാത്തത് എന്തെങ്കിലുമൊക്കെ നമ്മുടെ അടുത്ത് വരുമ്പോൾ അതല്ലേ ഏറ്റവും വലിയ ഉപദ്രവം അല്ലേ? അപ്പം ഈ ഉപദ്രവങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കവചം വേണം, ഒരു സംരക്ഷണം വേണം. നമുക്ക് സംരക്ഷണം. ഇപ്പോൾ ഭഗവാനാണെങ്കിലും ഒരു ക്ഷേത്രം ഉണ്ടാക്കി കൊടുത്താലല്ലേ അതിനുള്ളിൽ ഇരിക്കുന്നതല്ലേ? അല്ലെങ്കിൽ ഒരു തറ ഉണ്ടാക്കി കൊടുക്കണം, പറ്റില്ലെങ്കിൽ പീഠം വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ 2 അരിമണി ഇട്ടിട്ടൊരു ദർഭപ്പുല്ല് വെച്ച് കൊടുക്കണം. അപ്പം അങ്ങനെയൊക്കെ ഒരു പീഠം വേണം. അപ്പം മാത്രമേ നമുക്ക് കർമ്മത്തിൽ ജയിക്കാൻ പറ്റൂ. അപ്പം ആ പീഠം എന്ന് പറയുന്നത് എന്താ? നമ്മുടെ കർമ്മത്തിൻ്റെ അടിസ്ഥാനമാണ്. എന്തിനും നമുക്ക് ഉറപ്പുണ്ടാവണം അല്ലേ? ഇരിക്കുകയാണെങ്കിൽ ഉറപ്പ് വേണം, നിൽക്കുകയാണെങ്കിൽ ഉറപ്പ് വേണം, നടക്കുകയാണെങ്കിൽ ഉറപ്പ് വേണം, ഓടുകയാണെങ്കിൽ ഉറപ്പ് വേണം. അപ്പം എന്തൊരു കാര്യത്തിന് നമ്മൾ ഇറങ്ങുകയാണെങ്കിലും ഉറപ്പ് വേണം. അപ്പം ഈ ഉറപ്പ് എങ്ങനെ ഉണ്ടാവുക? ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഉണ്ടാവും. കവചം വേണം നമുക്കൊക്കെ, രക്ഷ വേണം. നമ്മൾ പറയില്ലേ, എന്നെ രക്ഷിക്കണേന്ന്. എന്തിനാ ഈ രക്ഷിക്കണേന്ന് പറയണത്? പലവരും നമ്മളെ ശിക്ഷിക്കുന്നുണ്ട്. ആ ശിക്ഷകളിൽ നിന്നൊക്കെ എന്നെ ഒന്ന് രക്ഷിക്കണേ. മാനസികമായിട്ട് നമുക്ക് പല വിഷമങ്ങളും വരാറില്ലേ? അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കില്ലേ, എന്നെ ഇതൊക്കെ ഒന്ന് രക്ഷിക്കണേന്ന്. ആ വിഷമം ശിക്ഷയാണ്, ശിക്ഷിക്കുകയാണ്. ആരോ ഒരാൾ നമ്മളെ ശിക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതിനെന്താ കാരണം എന്ന് നമുക്കറിയില്ല. നമ്മളിപ്പോൾ ഇങ്ങനെ കുറേ വിഷമങ്ങളൊക്കെ അനുഭവിക്കുമ്പോൾ നമ്മളില്ലേ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, എന്താ എനിക്കിങ്ങനെ വിഷമം? അപ്പം എന്തോ ഒരു കാരണമുണ്ട്. കാരണമില്ലാണ്ട് അപ്പം ആരും നമ്മളെ ശിക്ഷിക്കൊന്നുമില്ല. ഭഗവാന്റെ കോടതിയിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ശിക്ഷ വിധിച്ചിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും തക്കതായ കാരണങ്ങളുണ്ടാവും. ഭഗവാൻ ആരും വെറുതെ ഒന്നും വേദനിപ്പിക്കില്ല അല്ലേ? കാരണങ്ങളുണ്ടാവും. നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൽ ചില കാരണങ്ങളുണ്ടാവും. ആ കാരണങ്ങളെ നമ്മൾ നീക്കം ചെയ്യാണ് കർമ്മത്തിലൂടെ. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ മാത്രമേ അത് നീക്കം ചെയ്യാൻ പറ്റൂ അല്ലേ? ധ്യാനിച്ചിരുന്നാലോ ജപിച്ചിരുന്നാലൊന്നും എല്ലാം ശരിയാവില്ല. ചിലതൊക്കെ നമ്മൾ പ്രവർത്തിച്ചിട്ട് തന്നെ ശരിയാക്കണം. ചിലതൊക്കെ പൂജ